ആലപ്പുഴ ജില്ലയിലെ അരൂർ മുതൽ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി വരെ നീണ്ടു നിവർന്നു കിടക്കുന്ന തീരദേശ ലോക്സഭാ മണ്ഡലം. അതാണ് ആലപ്പുഴ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കേരളം ഒട്ടാകെ ഉറ്റുനോക്കുന്നത് ആലപ്പുഴയിലേക്കാണ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് നല്ല വേരോട്ടമുണ്ട്. പക്ഷേ പാർലമെന്റിൽ കൂടുതൽ തവണ എത്തിയത് കോൺഗ്രസ് എംപിമാരാണെന്ന ചരിത്രവും അവിടെ അവശേഷിക്കുന്നു. കനൽ ഒരു തരിയായി 2019 നമ്മൾ കണ്ട ആലപ്പുഴയുടെ മണ്ഡല ചിത്രം കണ്ടുവരാം. 1977 ആലപ്പുഴ ലോക്സഭാ മണ്ഡലം നിലവിൽ വരുന്നത്. അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, കരുനാഗപ്പള്ളി എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ. മണ്ഡല രൂപീകരണത്തിനു ശേഷം നടന്ന 12 തെരഞ്ഞെടുപ്പുകളിൽ 8ലും UDF-നൊപ്പം ആലപ്പുഴ നിലയുറച്ചു. 1977 VM സുധീരനാണ് പാർലമെന്റിലെത്തിയത്. 1980 CPIM-ന് വേണ്ടി സുശീല ഗോപാലൻ മണ്ഡലം തിരിച്ചുപിടിച്ചു. 1984-ലും 1989-ലും കോൺഗ്രസിലെ വക്കം പുരുഷോത്തമനായിരുന്നു വിജയം. 1991-ൽ CPI-യിലെ TJ ആഞ്ചലോസ് മണ്ഡലത്തെ ഇടതുപാളയത്തിലെത്തിച്ചു. 1996-ൽ ആലപ്പുഴ VM സുധീരൻ തിരിച്ചുപിടിച്ചു. 2004 വരെ സുധീരൻ ആലപ്പുഴയെ നയിച്ചു. 2004-ൽ KS മനോജിന്റെ അട്ടിമറി ജയത്തിലൂടെ ആലപ്പുഴയിൽ വീണ്ടും ചെങ്കൊടി പാറി. 2009-ലും 2014-ലും മണ്ഡലം KC വേണുഗോപാലിലൂടെ കോൺഗ്രസിനൊപ്പം നിന്നു. 2019-ൽ KC വേണുഗോപാൽ മത്സര രംഗത്ത് നിന്ന് പിന്മാറി. UDF തരംഗത്തെ അതിജീവിച്ച് AM ആരിഫിലൂടെ ഇടതുപക്ഷം സ്വന്തമാക്കിയ ഏക സീറ്റായിരുന്നു ആലപ്പുഴ. കനൽ ഒരു തരി മതിയെന്ന ടാഗ്ലൈനോടെ ആരിഫിന്റെ ഒറ്റപ്പെട്ട വിജയം LDF ആഘോഷമാക്കി. 5 വർഷത്തിനിപ്പുറം കനൽ അണഞ്ഞിട്ടില്ലെന്ന് തെളിയിക്കണം. അഭിമാന പോരാട്ടമാണ് ഇത്തവണ ഇടതുമുന്നണിക്ക്. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയം നിലനിർത്താൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു പ്രവർത്തനം നടക്കുന്നു. അതിലിനിപ്പോൾ സ്ഥാനാർത്ഥിയുടെ വിവരം അറിഞ്ഞാൽ മതി. സ്ഥാനാർത്ഥിയെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. അത് തീരുമാനിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങും. UDF-ന്റെ ആര് വന്നാലും ശരി, LDF-ന്റെ സ്ഥാനാർത്ഥി വിജയിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനം ഞങ്ങൾ കൃത്യമായും പ്ലാൻ ചെയ്ത് നടപ്പിലാക്കും. കൈവിട്ടുപോയ സീറ്റ് തിരിച്ചുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് UDF. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും ഞങ്ങൾ നേതൃത്വത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ജില്ലയിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ മുന്നിലുള്ള ഒരേ ഒരു അജണ്ട എന്ന് പറയുന്നത് ആര് സ്ഥാനാർത്ഥിയായാലും, കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും ഈ ജില്ല, ഈ പാർലമെന്റ് സീറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും ഇടതുപക്ഷത്തിന് 50,000-ൽ താഴെയായിരുന്നു വോട്ട് നില. 2019-ൽ 1,87,729 ഉയർത്താൻ BJP-ക്കായി. ഹിന്ദു വോട്ടുകൾ അനുകൂലമാക്കാനും തീരദേശ വോട്ടുകളും ലക്ഷ്യമിട്ട് ധീവര സമുദായത്തിന്റെ ശക്തനായ സ്ഥാനാർത്ഥിയെയാണ് BJP രംഗത്തിറക്കിയത്. ഇത്തവണയും ആലപ്പുഴയിൽ മികച്ച പ്രകടനം നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP. വികസനത്തിന്റെ കാര്യത്തിൽ ഈ പാർലമെന്റ് മണ്ഡലം, ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം വളരെ വളരെ പിറകിലാണ്. എന്തെങ്കിലും ഒരു വികസനത്തിന് കേന്ദ്ര സർക്കാർ ശ്രമിച്ചാൽ ആ ശ്രമം വിജയിപ്പിക്കാൻ MP ഒരു സഹകരണവും പരിശ്രമവും നടത്തുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. വിപ്ലവ, ജനാധിപത്യ, നവോത്ഥാന മുന്നേറ്റങ്ങളുടെ ചരിത്രം ഏറെ പറയാനുണ്ട് ആലപ്പുഴയ്ക്ക്. രാഷ്ട്രീയത്തിനപ്പുറമുള്ള സമവാക്യങ്ങളും സൂത്രവാക്യങ്ങളും പലതവണ തെറ്റിച്ചിട്ടുമുണ്ട് ആലപ്പുഴ. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ. കയറും കവിതയും കരിമണലും കമ്മ്യൂണിസവും ആലപ്പുഴ മണ്ണിന് സ്വന്തമാണ്. ഉണ്ണി ബാലകൃഷ്ണൻ, ഇത്രയും അധികം വ്യത്യസ്തതകളുള്ള ഒരു പ്രദേശമുണ്ടാവില്ല. കിഴക്കിന്റെ വെനീസാണ് രാഷ്ട്രീയത്തിൽ ആരുടെ വെനീസ്? നിശ്ചയമായും. കാരണം കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ അത്ഭുതം സൃഷ്ടിച്ച ഒരു മണ്ഡലമാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം UDF തരംഗം ആഞ്ഞു വീശുമ്പോൾ ആലപ്പുഴ മാത്രമാണ് വ്യത്യസ്തമായി ചിന്തിച്ചത്. ആലപ്പുഴയിൽ മാത്രമാണ് ആശ്വാസ വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഒരു സീറ്റ് മാത്രമേ ആ തെരഞ്ഞെടുപ്പിൽ LDF-ന് കൈവരിക്കാൻ കഴിഞ്ഞുള്ളൂ. അത് ആലപ്പുഴ മണ്ഡലമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ആർക്കൊപ്പം നിൽക്കുമെന്നത് LDF-നെയും UDF-നെയും സംബന്ധിച്ച് ഒരുപോലെ സുപ്രധാനമാണ്. മാത്രവുമല്ല, VM സുധീരൻ മുതൽ ഇങ്ങോട്ട്, ആഞ്ചലോസ് മുതൽ ഇങ്ങോട്ട് നമ്മൾ വിജയിച്ചു കയറിയ സ്ഥാനാർത്ഥികൾ നോക്കിയാൽ സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വത്തിന് വളരെ പ്രാധാന്യം കൊടുത്തൊരു മണ്ഡലം കൂടിയാണ്. അതാണ് VM സുധീരൻ, സുശീല ഗോപാലൻ, വക്കം പുരുഷോത്തമനെ പോലെയുള്ള തലയെടുപ്പുള്ള നേതാക്കൾ റെപ്രസെന്റ് ചെയ്ത ലോക്സഭാ മണ്ഡലമാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. അതും ഇടതുപാളയത്തിൽ നിന്ന് VM സുധീരൻ സ്വന്തമാക്കി, VM സുധീരനിൽ നിന്ന്
KS മനോജ് സ്വന്തമാക്കി, മനോജിൽ നിന്ന് KC വേണുഗോപാൽ സ്വന്തമാക്കി, KC വേണുഗോപാലിൽ നിന്ന് ആരിഫ് സ്വന്തമാക്കി. അങ്ങനെ രാഷ്ട്രീയം മാറി മറിഞ്ഞിട്ടുള്ള മണ്ഡലമാണ് ആലപ്പുഴ എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ആലപ്പുഴ ഇക്കുറി ആർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളത് വളരെ നിർണായകമാണ്. നമുക്ക് നോക്കാം. ഇത് LDF-നെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടവുമാണ്. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണ് ആലപ്പുഴ ചിന്തിച്ചത് എന്നതിന്റെ രാഷ്ട്രീയ ചിത്രം കൂടി മനസ്സിലാക്കുമ്പോഴാണ് എന്താണ് ആലപ്പുഴയുടെ അടിസ്ഥാന രാഷ്ട്രീയ സ്വഭാവം എന്ന് മനസ്സിലാക്കൂ. മറ്റെല്ലാ ഗ്രാഫുകളിൽ നിന്ന് വ്യത്യസ്തമായി ആലപ്പുഴ മണ്ഡലത്തിന്റെ രാഷ്ട്രീയം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കലയും കവിതയും കരിമണലും കമ്മ്യൂണിസവും ആലപ്പുഴയിലുണ്ടെങ്കിലും ആലപ്പുഴയ്ക്ക് അടിസ്ഥാനമായ ഒരു UDF സ്വഭാവമുണ്ട്, കോൺഗ്രസ് സ്വഭാവമുണ്ട്. ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും UDF-ന് തന്നെയാണ് മേൽക്കൈ. മറ്റെല്ലാ മണ്ഡലങ്ങളിലും, ഈ ലോക്സഭാ മണ്ഡലങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ UDF-ന് താഴ്ചയും LDF-ന് ഉയർച്ചയും ഉണ്ടാകുമ്പോൾ അത് സാധ്യമാകാതെ പോയ ഒരേ ഒരു മണ്ഡലം ആലപ്പുഴയാണ്. UDF നോക്കൂ, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയിരിക്കുന്നത് 40.96%. എന്നാൽ UDF നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തോ അവിടെ തിരിച്ചാകേണ്ടിയിരുന്നു. പക്ഷേ അവിടെ LDF താഴെ പോവുകയും നേരിയ വ്യത്യാസത്തിലാണെങ്കിലും UDF മേൽക്കൈ നേടുകയും ചെയ്യുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4%-ഓളമാണ് UDF-ന് വോട്ട് വിഹിതം 2019 നിന്ന് വർദ്ധിക്കുന്നത്. ഇത് അസാധാരണമാണ്, മറ്റൊരു മണ്ഡലങ്ങളിലും കാണാത്ത രീതി. ഇവിടെ 44.16% UDF-ന്റെ വോട്ട് വിഹിതം ഉയരുന്നതായിട്ട് കാണാം. എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമായി ആലപ്പുഴ മണ്ഡലത്തിനൊരു കോൺഗ്രസ് സ്വഭാവം ഉണ്ടെന്ന് ഈ 2 തിരഞ്ഞെടുപ്പുകളെ വെച്ചുകൊണ്ട് പറയാം. അതേസമയം NDA-യുടെ വോട്ട് പെർസെൻറ്റേജ് 17.24% നിന്ന് 10.46% നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും കുറയുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചോദ്യം, NDA-യുടെ വോട്ട് വിഹിതം 7% കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് UDF-ന് ഗുണമായി തീർന്നിട്ടുണ്ടോ, അതല്ല LDF-നാണോ ഗുണകരമായി തീർന്നിരിക്കുന്നത്? കാരണം ഉണ്ണി ബാലകൃഷ്ണൻ, വളരെ രസകരമായ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണിത്. 2019 2 പാർട്ടിക്കും കിട്ടുന്നത് 40%. വളരെ നേരെ 10,000-ന് താഴെ, 10,000-ഓളമാണ് ഭൂരിപക്ഷം. 0.96% മാത്രമാണ് ഭൂരിപക്ഷം. അപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. നേരിയ ഭൂരിപക്ഷത്തിനാണ് അവിടെ ജയിച്ചത്. മറ്റൊരു കണക്ക് വളരെ ശ്രദ്ധേയമാണ്. ഇപ്പം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ UDF-ന് വോട്ട് ശതമാനം വർദ്ധിക്കുന്നുണ്ടെങ്കിലും സീറ്റുകൾ വർദ്ധിക്കുന്നില്ല എന്നത് കാണണം. അതായത് 7 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ആ ലോക്സഭാ മണ്ഡലത്തിൽ അതിൽ 5 സീറ്റും കൈയടക്കിയത് LDF ആണ്. 2 സീറ്റ് മാത്രമാണ് UDF-നുള്ളത്. അതായത് ഇരു മുന്നണികളും 40%-ൽ നിന്ന് 44%-ലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഏകദേശം 8%-ന്റെ വ്യത്യാസം ഈ 2 മുന്നണികൾക്കുമായിട്ട് ഉയർച്ച കാണിക്കുന്നു. അതേസമയം വോട്ട് നഷ്ടപ്പെട്ടതാവട്ടെ NDA-ക്കും. സുജയ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കാണ്. ഈ NDA-യുടെ വോട്ട് കൃത്യമായും സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ടുണ്ട് എന്നത് ഈ കണക്കിൽ നിന്ന് വ്യക്തമല്ലേ? നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ അല്ലല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ളത്. 17-ൽ നിന്ന് 10-ലേക്ക് ഇറങ്ങി എന്നതിന്റെ അർത്ഥം 2024-ൽ 10-ൽ തന്നെ അത് അങ്ങനെ 17.24-ൽ നിന്ന് 10-ലേക്ക് ഇറങ്ങുമ്പോൾ വ്യത്യാസം വരുന്നത് എത്രയാണ് നോക്കൂ. 7% വ്യത്യാസം അവിടെ വരുന്നു. രണ്ട് കൂട്ടർക്കും 4% വീതം കൂടുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്നു. അത് ഈക്വലി ഡിവൈഡ് ചെയ്ത് പോയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അല്ല, പക്ഷേ അവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. 2019 അവിടെ മത്സരിക്കുന്നത് AM ആരിഫും ഷാനിമോൾ ഉസ്മാനുമാണ്. ഒരേ സമുദായത്തിൽ നിന്ന് 2 സ്ഥാനാർത്ഥികൾ വരുന്നു. 2 മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോഴാണ് അവിടെ KS രാധാകൃഷ്ണൻ 2019 BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇറങ്ങുന്നത്. സ്വാഭാവികമായിട്ടും അവിടുത്തെ ഹിന്ദു വോട്ട് ബാങ്ക് BJP-ക്ക് അനുകൂലമായി, അവർ BJP ഫോളോവേഴ്സ് അല്ലെങ്കിൽ കൂടിയും BJP-ക്ക് അനുകൂലമായി ചിന്തിച്ചിട്ടുണ്ടാകണം. 1,87,000 വോട്ട് എന്ന് പറയുന്നത് അത്ഭുതകരമാണ് ആലപ്പുഴ മണ്ഡലത്തിൽ എന്ന് പറയുന്നത്. അത് പക്ഷേ 2021 നിയമസഭയിലേക്ക് വരുമ്പോൾ അങ്ങനെ നിലനിൽക്കുന്നില്ല. 5 സീറ്റുകൾ LDF അവിടെ കൈയടക്കുകയാണ്. നോക്കൂ, ഹരിപ്പാടും കരുനാഗപ്പള്ളിയിലും മാത്രമാണ് മാറി ചിന്തിച്ചത്. പക്ഷേ അത് അതേപടി ഇൻടാക്റ്റായി 2024 വരുമ്പോൾ അവിടുത്തെ വോട്ടർമാർ അങ്ങനെ നിൽക്കുന്നുവെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അതിന്റെ ഉത്തരം നമ്മൾക്ക് വരാനിരിക്കുന്ന ചോദ്യങ്ങളിലൂടെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ. എന്താണ് ആലപ്പുഴയുടെ അടിസ്ഥാന രാഷ്ട്രീയ സ്വഭാവം? 2024 തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാകുന്നതിന് മുൻപ് തന്നെ ആരാണ് UDF സ്ഥാനാർത്ഥി എന്ന് ഇനിയും നമുക്ക് വ്യക്തമല്ല. LDF സ്ഥാനാർത്ഥിയായി ആരിഫ് തന്നെ മത്സരിക്കുമെന്നത് ഏറെക്കുറെ തീർച്ചയായി. പക്ഷേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. NDA സ്ഥാനാർത്ഥിയും ആലപ്പുഴയിൽ പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് റിപ്പോർട്ടറിന്റെ ഈ മെഗാ പ്രീപോൾ സർവേ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് നടത്തിയ സർവേയുടെ ഫലമാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്.